എനിക്ക് കൊച്ചിയിൽ ജോലി കിട്ടാൻ പറ്റും. ഞാൻ ആദ്യം ഒന്നൊരു ഹോസ്റ്റലുണ്ട് കാക്കനാട്. അപ്പോൾ അവിടെ അല്ല നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ കലൂരാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടാണ്. ഞാൻ എല്ലാ മാസവും അങ്ങോട്ട് പോകും. എല്ലാ മാസവും അങ്ങോട്ട് പോയിട്ട് അവരെ കണ്ടിട്ട് അവരോട് കുറച്ച് നേരം സംസാരിച്ച് നടക്കാൻ വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവരോട് അങ്ങോട്ട് പോയിട്ടില്ല. ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ മക്കളുണ്ട്. അപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എവിടെയാണ് കുറേയെല്ലാം കണ്ടിട്ട് പറഞ്ഞു. കാണാറില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടത്തോട്ടൊക്കെ ഉണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാളെ വാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വരികയെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്റ്റൽ ഫീൽ നമുക്ക് കിട്ടില്ല. ഹോസ്റ്റൽ ഫീൽ അല്ലാതെ എന്തൊരു സംഭവമാണ്. എനിക്ക് ആദ്യം വന്ന സമയത്തേക്ക് അവിടെ സത്യം പറയാമല്ലോ ഞാൻ 10 ദിവസം നിന്നിട്ട് 10 ദിവസം റെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ആ ഒരു രീതിക്കാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷേ പിന്നീട് 10 ദിവസം കഴിഞ്ഞ് 1 മാസം റെൻറ്റ് കൊടുത്തു, വീണ്ടും അടുത്ത മാസം റെൻറ്റ് കൊടുത്തു. അപ്പോൾ പിന്നെ ദിവസങ്ങൾ പോയി പറഞ്ഞു. ഒരു 6 മാസം ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ. പോയി നോക്കാട്ടോ അവരവിടെ കിച്ചണിലുണ്ടാവുന്ന ചാൻസ് പോയി നോക്കാം. എന്തൊക്കെയുണ്ട് എന്താണ് വരണമെന്നൊക്കെ പറഞ്ഞ് അതല്ലേ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. കാണിച്ചത് ഈ ഒരു ഗ്രൗണ്ട് ഗൈസ്. രാത്രി നേരത്ത് ആ കാണുന്ന പാർക്കിലൊക്കെ പോയിരിക്കാറുണ്ട്. കാണുന്ന ജിമ്മ് ഇതിനുണ്ട്. ഞാൻ CID മൂസ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഹലോ ഗൈസ്. വിക്രമാദിത്യന്റെ മേത്താണല്ലോ. നിനക്കതില്ലല്ലോ പിന്നെ എങ്ങനെ